രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയും ഉപരോധങ്ങൾ അടിച്ചേൽപ്പിച്ചും ശീലിച്ച അമേരിക്കയ്ക്ക് ഇറാൻ നൽകുന്ന മറുപടി വെറുമൊരു മുന്നറിയിപ്പല്ല. യുദ്ധം തുടങ്ങിയിട്ട് നാളിത്രയായിട്ടും നമ്മൾ ഓരോ ദിവസവും അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മറിച്ച് തങ്ങളെ തൊട്ടാൽ വിവരമറിയുമെന്ന ശക്തമായ താക്കീതാണ് നൽകുന്നത്. ഇറാന്റെ സമാധാനപരമായ ആണവ പദ്ധതികളെ അടിച്ചമർത്താൻ നോക്കുന്ന ട്രംപ് ഭരണകൂടത്തിന് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇനി വരാനിരിക്കുന്നത്. അമേരിക്കൻ സൈന്യത്തിന് ഹൃദയാഘാതമുണ്ടാകുന്ന പുതിയൊരു അദ്ഭുത ആയുധം ഇറാൻ ഉടൻ പുറത്തെടുക്കുമെന്ന നാവികസേനാ മേധാവിയുടെ പ്രഖ്യാപനം വാഷിംഗ്ടണെ തന്നെ നടുക്കി കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ അഹങ്കാരത്തിന്റെ പ്രതീകമായ എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ പോലും ഇറാന്റെ ലക്ഷ്യസ്ഥാനത്താണുള്ളത് എന്നും മേഖലയിലെ ശക്തി സമവാക്യങ്ങൾ മാറുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ലോകത്തെ ഒന്നടങ്കം മുൻമുലയിൽ നിർത്തിക്കൊണ്ട് ഇറാനുമായി നേരത്തെ ഉണ്ടായിരുന്ന സമാധാന കരാറുകൾ തള്ളിക്കളഞ്ഞ ട്രംപിന്റെ നടപടി മിഡിൽ ഈസ്റ്റിനെ ഒരു വൻ യുദ്ധത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. ഇറാന്റെ തുറമുഖങ്ങളെയും കപ്പലുകളെയും ലക്ഷ്യം വെച്ച് ട്രംപ് ഏർപ്പെടുത്തിയ ഉപരോധം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ഒരു ലംഘനവുമാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്കു നീക്കം തടസ്സപ്പെടുത്തി ലോകത്തെ പട്ടിണിക്കിടാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഇറാന്റെ എണ്ണക്കിണറുകൾ തകരുമെന്ന അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനം അവരുടെ വെറും ദിവാസ്വപ്നം മാത്രമാണ് എന്നും ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പരിഹസിച്ചു കഴിയുന്നുണ്ട്. അമേരിക്കയുടെ ഈ കുതന്ത്രങ്ങൾക്കൊന്നും ഇറാന്റെ എണ്ണ സമ്പത്തിനെ തൊടാൻ പോലുമാകില്ല. വേണമെങ്കിൽ തങ്ങളുടെ എണ്ണക്കിണറുകൾ സുരക്ഷിതമാണ് എന്ന് ലോകത്തിന് മുന്നിൽ ലൈവ് സ്ട്രീമിംഗിലൂടെ കാണിച്ചു തരാമെന്ന ഗാലിബാഫിന്റെ വെല്ലുവിളി അമേരിക്കയുടെ മുഖത്തേറ്റ പ്രഹരമാണ്. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതിനിടയിലാണ് ലൈവ് സ്ട്രീമിംഗുമായിട്ട് വരാമെന്ന് പറയുന്നത്. ട്രംപിന്റെ വിഡ്ഢിത്തം നിറഞ്ഞ ഇത്തരം നയങ്ങൾ അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കുകയുമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ബാരലിന് $140 കുതിച്ചുയരുമെന്ന് പറയുമ്പോൾ അതിന്റെ ദുരന്തഫലം അനുഭവിക്കാൻ പോകുന്നത് അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളുമാണ്. സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഇറാന്റെ നട്ടലൊടിക്കാമെന്നാണ് ട്രംപ് കരുതുന്നത്. എന്നാൽ റഷ്യയെ പോലെയുള്ള വൻ ശക്തികളുമായി കൈകോർത്ത് അമേരിക്കയുടെ ഈ സാമ്പത്തിക ഭീകരതയെ ഇറാൻ ഫലപ്രദമായി പ്രതിരോധിച്ച് നിലനിർത്തുകയാണ്. 60% യുറേനിയം സമ്പുഷ്ടീകരിച്ച് തങ്ങളുടെ കരുത്ത് തെളിയിച്ച ഇറാൻ അമേരിക്കയുടെ ഏത് തരം ആയുധത്തെയും നേരിടാൻ സജ്ജവുമാണ്. അമേരിക്കയുടെ ഉപരോധം മൂലം ഇറാൻ റിയാലിന് മൂല്യത്തകർച്ച സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇറാന്റെ പോരാട്ട വീര്യത്തിന് ഒരു തകർച്ചയും സംഭവിച്ചിട്ടില്ല എന്ന് അവർ ഓരോ നീക്കങ്ങളിലൂടെയും ദിനം പ്രതി തെളിയിക്കുന്നുണ്ട്. രാജ്യം തകരുകയാണെന്ന് പറഞ്ഞ് ഇറാൻ കീഴടങ്ങണമെന്ന ട്രംപിന്റെ ആവശ്യം ഇറാന്റെ പക്കൽ വിലപ്പോയില്ല. ചർച്ചകൾക്കായി ഫോണിലൂടെ ബന്ധപ്പെടാൻ ട്രംപ് ശ്രമിക്കുന്നത് തന്നെ അമേരിക്കയുടെ പരാജയ ഭീതിയാണ് വ്യക്തമാക്കുന്നത്. തങ്ങൾ പിടിച്ചുവെച്ച എണ്ണക്കപ്പലിലെ ജീവനക്കാരെ അമേരിക്കയ്ക്ക് വിട്ടയക്കേണ്ടി വന്നതും ഇറാന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്. ഹോർമൂസ് കടലിടുക്കിലെ നാവിക ഉപരോധം തുടരാനാണ് അമേരിക്കയുടെ ഭാവമെങ്കിൽ ആ കടൽ അമേരിക്കൻ സൈന്യത്തിന്റെ ശവപ്പറമ്പായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് ഇറാൻ പറയുകയാണ്. ലോക പോലീസുകാരൻ ചമഞ്ഞു നടക്കുന്ന അമേരിക്കയുടെ അന്ത്യം കുറിക്കാൻ ഇറാന്റെ പുതിയ ആയുധത്തിന് കഴിയുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അടിച്ചമർത്താൻ നോക്കുന്നവർക്ക് മുമ്പിൽ മുട്ടുമടക്കാതെ നെഞ്ചുവിരിച്ച് നിൽക്കുന്ന ഇറാന്റെ ഈ പോരാട്ടം അമേരിക്കൻ സാമ്രാജ്യത്വത്തിനുള്ള ഒരു കനത്ത തിരിച്ചടി കൂടിയാണ്.